See, however, I'll tell you one thing. Any treatment, what I have mentioned this, in India, when you compare it to any other country outside, it is cheap. അടുത്തൊരു പേഷ്യൻ്റ് വന്നു, സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് 4 പല്ല് കയ്യിൽ കൊണ്ടുവന്നു. Then we had to re-implant. അപ്പം തന്നെ അതേ പല്ല് നമ്മൾ തിരിച്ച് സോക്കറ്റ് വെച്ചു. നമസ്കാരം, വെൽക്കം ടു another episode of Raw and Unfiltered. നമ്മുടെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ബിസിനസ്, അതിൻ്റെ ഫൈനാൻഷ്യൽസും അതിൻ്റെ സ്റ്റാർട്ടിങ് ഫേസും എങ്ങനെയാണ് എന്തുവെന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ പ്രൊസീജിയർ, ഇറ്റ്സ് കോൾഡ് സ്മൈൽ കറക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോയിലുള്ള ഗസ്റ്റ്, ഹീസ് എ ഡോക്ടർ, ഹീസ് എ സ്മൈൽ കറക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആസ് വെൽ. ഡോക്ടറെ പറ്റി ചെറിയ ഇൻട്രൊഡക്ഷൻ. I am Dr. Varun. I am an oral pathologist and also an implantologist and aesthetic dentist. ഞാൻ ഒരു 16 വർഷമായിട്ട് ടീച്ചിങ്ങിലാണ്. ആൻഡ് ഓൾസോ ഐ ഹാവ് മൈ പ്രൈവറ്റ് പ്രാക്ടീസ് ഓൺലി ഇൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എനിക്ക് 3 ക്ലിനിക്കുണ്ട്. അത് വി ഡെൻറ്റിസ്റ്റ് ഡെൻ്റൽ എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. So I've been practicing from last 20 years. So that's about me, and I have a big team of doctors who is working under us. അപ്പോൾ ഡോക്ടർ, നമ്മുടെ ഈ സ്മൈൽ കറക്ഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ Concept. അതിനെക്കുറിച്ച് ഡോക്ടർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ലൈക്ക് അത് സ്റ്റാർട്ടിങ് ഫ്രം വെൻ എ പേഷ്യൻറ്റ് അല്ലെ കസ്റ്റമർ വാക്സ് ഇൻ ടു യുവർ ക്ലിനിക്. Okay. Now, see, there are two things. ഒന്ന്, സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്റ്റീവ് പ്രൊസീജിയറാണ്. രണ്ട് രീതിയിൽ ചില സമയത്ത് പേഷ്യൻ്റ് തന്നെ റിയലൈസ് ചെയ്തിട്ട് ദേ വിൽ വോണ്ട് ടു ഡു ദ കറക്ഷൻ. സ്മൈൽ കറക്ഷൻ ഒരു ജനറൽ ടെർമിനോളജിയാണ്, അതൊരു പർട്ടിക്കുലർ പ്രൊസീജിയർ അല്ല. ദർ ഇസ് ലോട്ട് ഓഫ് ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മളെ സ്മൈൽ കറക്ഷൻസ് വരുന്നത്. ചിലപ്പോൾ ഇപ്പോൾ സ്മൈൽ പ്രോപ്പറായിട്ട് അല്ലാതെ നമ്മുടെ ടീത്തിൻ്റെ അലൈൻമെൻറ്റ് മോശമായതുകൊണ്ടായിരിക്കാം. സോ അപ്പോൾ ദെൻ പേഷ്യൻറ്റ് വിൽ ഗോ ഫോർ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേസസ് ഇടുന്ന പോലത്തെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബ്രേസസ് ഇടുമ്പം വെൻ ഓൾ ദ ക്രൂക്കഡ് ടീത്ത് വിൽ ബിക്കം ഓൾ റൈറ്റ്, automatically they'll get their good smile. Right. That also is an example for a smile correction. But അല്ല, അവരുടെ ടീത്ത് ഒക്കെ കറക്റ്റ് അലൈൻഡ് ആണ്, പക്ഷേ എന്നാൽ അതിൻ്റെ ഇടയിൽ കുറേ സ്പേസസ് ഒക്കെ ഉണ്ട്. എന്നാൽ പേഷ്യൻറ്റ് ഓർത്തോ ചെയ്ത് ഇപ്പോൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അതായത് അലൈൻമെൻറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ബ്രേസസ് നോർമൽ രീതിയിൽ നമുക്ക് കമ്പിയിടുക എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലൈനേഴ്സും ഉണ്ട്. അത് ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും പേഷ്യൻ്റ്. വൈ? ബിക്കോസ് അവർക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അത് ഊരി വയ്ക്കാം. ബിക്കോസ് മറ്റേതൊരു ഫിക്സ്ഡ് ആണ്, ഡോക്ടർ വിൽ ഫിക്സ് ഇറ്റ് ആൻഡ് പേഷ്യന്റ് വിൽ നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ഇറ്റ്. പിന്നെ ഒരു ചെറിയ ഡിസ്കംഫർട്ടൊക്കെ ചിലപ്പോൾ ലിപ്പിലൊക്കെ തട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും, ബട്ട് ടു മച്ച് അല്ല. ട്രാൻസ്പെറന്റ് അല്ല, മറ്റേ നോർമൽ മെറ്റൽ ഓർ സിറാമിക് ബ്രേസ്, ഒരു ചെറിയ ചെറിയ ബ്രാക്കറ്റ്സ് ഓരോ പല്ലിൽ ഒട്ടിച്ചിട്ട് നമ്മൾ യൂഷ്വലി കാണുന്ന പല്ലിൽ കമ്പി ഇടുക എന്നുള്ള പ്രൊസീജിയർ. യൂഷ്വലി അതൊരു 1.5 years to 2 years ഒക്കെയാണ്. അതിൽ തന്നെ ഫാസ്റ്റ് ബ്രേസസ് എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, ഇത്തിരി പെട്ടെന്നൊക്കെ ചെയ്യുന്നത്. ഹൗവർ ബട്ട് ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ലൈക്ക് ഇഫ് യു ഗോ ഇൻ ടു എ ഫോട്ടോഗ്രാഫ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് സം ചിലപ്പോൾ സീരിയൽ ആക്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് പ്രോഗ്രാമിൽ എന്തെങ്കിലും പെർഫോമേഴ്സ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ട്, കല്യാണമൊക്കെ ഉണ്ട്, അവർക്കും ചിലപ്പോൾ ഇത് ഇടാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണത്തിൻ്റെ ടൈം ആകുമ്പോൾ ഊരേണ്ടി വരും. ട്രാൻസ്പെറന്റ് അലൈനേഴ്സ് അല്ല, കൺവെൻഷണൽ നോർമൽ ബ്രേസസിന്റെ ഏരിയ. ദാറ്റ് ഈസ് ഓൾസോ എ വേ ടു ഡു സ്മൈൽ കറക്ഷൻ. ഇഫ് യു ഹാവ് ക്രൂക്കഡ് ടൂത്ത്, ഒരുപാട് പൊന്തിയ പല്ലാണ്, അലൈൻമെന്റ് തെറ്റിയ പല്ലുകളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ വിൽ ബി ലൈക്ക് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ അതിൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് ബ്രേസസ് ഇട്ടിട്ട്, രണ്ട് അലൈനേഴ്സ്. അലൈനേഴ്സ് ആകുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആണ്, എവിടെ കൊള്ളുന്ന പോലത്തെ ഒന്നുമില്ല. പിന്നെ ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പ്രശ്നമില്ല. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാലും ആ സമയത്ത് ഊരി വെക്കാം, പിന്നെ ഇടാം. കറക്ഷൻസ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. ഏറ്റവും ഒരു അഡ്വാൻറ്റേജ്, എവറി മന്ത് ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് പോകണ്ട. മറ്റേ നോർമൽ കമ്പ്യൂട്ട് കഴിഞ്ഞാൽ എവറി മന്ത് യു വിൽ ഹാവ് ദാറ്റ്. അപ്പോൾ അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്മൈൽ കറക്ഷൻ വെർ യു അലൈൻ യുവർ ഓൺ ടീത്ത്. പ്രൊക്ലൈൻ ടീത്ത് ആണെങ്കിൽ ബാക്കിൽ സ്പേസ് കണ്ടെത്തിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയി കറക്റ്റ് ചെയ്യുക. ക്രൂക്കഡ് ആയിട്ട് ചരിഞ്ഞൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ അലൈൻ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾസോ എ വേ ഓഫ് സ്മൈൽ കറക്ഷൻ. ബട്ട് അല്ലാണ്ട് ഇപ്പോൾ സ്മൈൽ കറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്ന സംതിങ് കോൾഡ് ആസ് വെനീർസ് ഒക്കെയാണ്. വിനീർസ് ആണ് ഇപ്പോൾ സ്മൈൽ കറക്ഷൻ. ഇപ്പോൾ ഹോളിവുഡ് സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ മാറി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര്, ആരബ്സ് ആണെങ്കിലും ഈവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ ആക്ടേഴ്സ് ആക്ട്രസസ്, ഇപ്പോൾ മിസ് ഇന്ത്യ, അങ്ങനത്തെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഇഫ് ദേ ഡോണ്ട് വാണ്ട് ടു
അണ്ടർഗോ ദാറ്റ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിന് താല്പര്യമില്ല, ഓക്കെ അലൈനേഴ്സിനും താല്പര്യമില്ല. ബട്ട് ഇനി അലൈനേഴ്സ് ഇട്ടാലും ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടൂത്തിന്റെ എഡ്ജസ് ഷേപ്പിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതിപ്പോൾ നമ്മൾ എങ്ങനെ അലൈൻ ചെയ്താലും ആ ഷേപ്പ് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പ്രൊക്ലിനേഷൻ മാറ്റാം, സ്പേസിംഗ് കറക്റ്റ് ചെയ്യാം, പക്ഷേ ടൂത്തിന്റെ എഡ്ജിന്റെ ഷേപ്പ് ഒന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വിത്ത് ദ നോർമൽ ഓർത്തോ ട്രീറ്റ്മെന്റ്. ഇപ്പൊ പേഷ്യന്റിന് ടൂത്തിന്റെ ഷേപ്പ് മാറ്റണം, കുറച്ചുകൂടെ കളർ ചേഞ്ച് ചെയ്യണം ടൂത്തിന്റെ. അങ്ങനെ വരുമ്പോൾ ഓർത്തോ അല്ല ഓപ്ഷൻ, ദെൻ ഇറ്റ് വിൽ ഷിഫ്റ്റ് ടു വെനീസ്. അപ്പൊ നമുക്ക് എങ്ങനെയാ പല്ല അപ്പോൾ ഏത് സ്റ്റേജിൽ ഇരിക്കുന്നു ആ സ്റ്റേജിൽ തന്നെ വെച്ചിട്ട് നമുക്കൊരു ലെയർ ഓഫ്, ഇപ്പോൾ വെനീർസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ നോർമൽ വെനീർ അപ്ലൈ ചെയ്തില്ല, നമ്മുടെ ഭിത്തിയിലൊക്കെ വെനീർ, പ്ലൈവുഡിന്റെ മേളിൽ ഒരു വെനീർ, മൈക്ക എന്നൊക്കെ, അതുപോലെ ഒരു ലെയർ, ഒരു ഇനാമലിന്റെ ഒരു കോട്ടിംഗ് പോലത്തെ വേറൊരു മെറ്റീരിയലാണ് ഈ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിഥിയം ഡൈസിലിക്ക എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ. അത് നമ്മൾ അതിനനുസരിച്ച് ഡെന്റിസ്റ്റ് അത് പ്രിപ്പയർ ചെയ്യും, പ്ലാൻ ചെയ്യണം. വിത്ത് ഇറ്റ് കം ഓൺലി ആഫ്റ്റർ. അതിലൊരു മോക്കപ്പ് ഒക്കെ ചെയ്യും. ആദ്യം ഇതെങ്ങനെ വരും ഔട്ട്കം എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ നോക്കണം. അതായത് വരുന്ന പേഷ്യന്റിന്റെ there are two way to do it. ഒന്ന് നമ്മൾ അവരുടെ അളവെടുത്തിട്ട് നമ്മൾ ഇത് ചെയ്ത് ലാബിൽ നിന്നാണ് ചെയ്തു വരുന്നത്. ഈ വെനീസ് ഉണ്ടാക്കുന്നത് ഒരു ഔട്ട്സോഴ്സ് ചെയ്ത് ഒരു ഏതെങ്കിലും നല്ലൊരു ലാബായിരിക്കും അത് ഉണ്ടാക്കി നമുക്ക് തരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം ഡോക്ടേഴ്സ് ചെയ്ത് അതിൻ്റെ അളവെടുത്ത് ലാബിൽ കൊടുത്തിട്ട് ലാബിലാണ് ഉണ്ടാകുക. അപ്പോൾ പക്ഷേ നമുക്ക് പേഷ്യൻ്റ് ചിലപ്പോൾ അറിയത്തില്ല ഇത് എന്തായിരിക്കും ഔട്ട്കം, എൻ്റെ പല്ല് എന്തായിരിക്കും, നീളം കൂടുവോ കുറയോ. ദേ വിൽ നോട്ട് നോ, ബിക്കോസ് ചിലപ്പോൾ ഒരു ഡെന്റിസ്റ്റ് വിചാരിക്കുന്ന നല്ല ഐഡിയൽ രീതിയിലൊക്കെ പല്ല് കൊടുത്താലും പേഷ്യൻ്റ് ചിലപ്പോൾ അത് ഹാപ്പി ആയിരിക്കില്ല. ബിക്കോസ് ദ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ആരാണ് കാണുന്ന അവരുടെ. അപ്പോൾ ചിലപ്പോൾ പേഷ്യൻ്റ് കണ്ണാടി നോക്കുമ്പോൾ അവർക്ക് അത് ഹാപ്പി ആയിരിക്കത്തില്ല, ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, അവർക്ക് എങ്ങനെ ഔട്ട്കം എങ്ങനെ വരും എന്നുള്ള. അപ്പോൾ ആദ്യമേ വേണമെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ആൻ ഇംപ്രഷൻ, സെൻഡ് ഇറ്റ് ടു ദ ലാബ്, മോക്കപ്പ് പോലെ അതിനകത്ത് നമുക്ക് ഷേപ്പൊക്കെ മാറ്റി നമുക്ക് കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ നമുക്ക് അതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് പേഷ്യൻ്റെ വായിലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും വിത്തൗട്ട് ഡൂയിങ് എനി പ്രൊസീജിയർ, വിത്തൗട്ട് ടച്ചിങ് ഓൺ ടു ദ ടൂത്ത്. ജസ്റ്റ് നമുക്ക് വായിൽ തന്നെ വെച്ച് എന്ന് വെച്ചാൽ നമ്മൾ വി ആർ നോട്ട് റിമൂവിങ് ഓർ ഡൂയിങ് എനി ട്രീറ്റ്മെന്റ്. ഒരു മോക്കപ്പ് അത് വെക്കുമ്പോൾ പേഷ്യൻ്റിന് ഒരു ഏകദേശം ഐഡിയ കിട്ടും. പ്രിസൈസ് ആയിരിക്കില്ല, ഒരു മോർ ഓർ ലെസ് ദേ വിൽ നോ ഓക്കെ ദിസ് ഇസ് ഹൗ. ദെൻ ദേ ക്യാൻ സ്മൈൽ ആൻഡ് സീ. Then they can tell their opinion also. No, this looks too long or this looks very short. I want it. So that way we can correct. അതിൽ തന്നെ ഇപ്പം നമുക്ക് ഡിജിറ്റലൈസേഷൻ വന്നു. ഇപ്പം നൗ ഇറ്റ് ഈസ് ഡിജിറ്റൽ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇൻ മൈ പ്രാക്ടീസ് ഫോർ ലാസ്റ്റ് 3 years ഈ ഇംപ്രഷൻ എന്നൊക്കെ നേരത്തെ പറഞ്ഞ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇംപ്രഷൻ എടുത്ത് നോക്കുന്ന ആ കോൺസെപ്റ്റേ നമ്മളില്ല. വി ഹാവ് ഇൻട്രാഓറൽ സ്കാനേഴ്സ്. സോ വെൻ ദ പേഷ്യൻറ്റ് കംസ് വിത്തിൻ 2 minutes ജസ്റ്റ് സ്കാൻ ഇറ്റ്. ആൻഡ് പണ്ട് നമ്മളിത് അളവെടുത്ത് അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പോർ ചെയ്ത് ലാബിൻ്റെ ആൾ വന്ന് അത് കളക്ട് ചെയ്ത്. സി ദർ ഇസ് എ ലോട്ട് ഓഫ് ഏരിയാസ് വേർ വി ക്യാൻ ഗെറ്റ് എറേഴ്സ്. നമ്മൾ എടുക്കുന്ന ഇംപ്രഷന് ചിലപ്പോൾ എറർ വരാം. നമ്മളെ അസിസ്റ്റൻസ് ചിലപ്പോൾ പോർ ചെയ്യുമ്പോൾ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ വരാം. സോ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. ബട്ട് വെൻ now it has become digital, so just scan it 5 minutes, the whole scan will be over. You directly mail it to the lab. അവർ ഫുൾ നമ്മുടെ പേഷ്യൻ്റെ വായ 3D പ്രിന്റ് ചെയ്യും. They will take the print. They will work on that print and send it back to us. So only one way courier is the delay. മനസ്സിലായി ഡോക്ടർ. ഇപ്പോൾ ഈ പേഷ്യൻ്റെ ടീത്തിൻ്റെ ഫുൾ സ്ട്രക്ചറിൻ്റെ മെഷർമെന്റ് എടുത്ത് അതിൻ്റെ ലാബിലോട്ട് അത് അയച്ച്. സോ അപ്പോൾ ഇവർക്ക് ഒരു ലാബ് ഇരിക്കുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഹാവിങ് എൻ ഐഡിയ ലൈക്ക് ഈ ടീത്ത് ചിരിക്കുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം അതിലെന്താ വെച്ചാൽ ലാബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് പീപ്പിൾ വിൽ ഗെറ്റ് ഓൺലി ദ ടീത്തിൻ്റെ ഇതാണ്. സി വെൻ ദ സ്മൈലിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ടീത്തിൻ്റെ മാത്രമല്ല, നമ്മൾ ഓവറോൾ പ്രൊഫൈൽ നോക്കണം. അതായത് പിന്നെ ഇപ്പോൾ ഇഫ് ഐ ആം എ പേഷ്യന്റ് ദെൻ വെദർ ഇറ്റ് എൻ്റെ ലോങ് ഫേസ് ആണോ, ഇഫ് ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ പേഷ്യന്റ് അവരുടെ ടൂത്തിന്റെ സൈസ് വ്യത്യാസമാണ്. ലോങ് ഫേസ് ആണെങ്കിൽ നമുക്ക് ടൂത്തിന്റെ ഷേപ്പ് അതിനനുസരിച്ച് നമ്മൾ വെക്കേണ്ടി വരും. ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച്. സോ ആ ഒരു ഇൻഫർമേഷൻ ദേ ആർ നോട്ട് ഗെറ്റിംഗ്. സോ നല്ല വെനീസ് ചെയ്യുന്ന നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ലാബിൽ വി ഷുഡ് ഓൾസോ ഗീവ് ഫോട്ടോഗ്രാഫ്സ്. അതായത് പേഷ്യന്റെ ഫേസിന്റെ പേഷ്യന്റെ ഫേസ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിപ്പ് ലൈൻ. ഇപ്പോൾ ചിലവർക്ക് നമ്മൾ ചിരിക്കുമ്പോൾ എല്ലാ പല്ലും കാണത്തില്ല. ചിലർ ചിരിക്കുമ്പോൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഫുൾ പല്ലും ചിലപ്പോൾ നല്ല രീതിയിൽ മോണ കാണും. സോ അതിനാണ് നമ്മൾ സ്മൈൽ ലൈൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ലിപ്പ് ലൈൻ എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ക്രൂഷ്യൽ. സോ സേ ഫോർ എക്സാമ്പിൾ ഇഫ് ടു മച്ച് ഓഫ് ഗംസ് ഇസ് സീൻ, ദർ ഈസ് എ വേ വേർ നമ്മൾ സ്മൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഗംസിനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ട്
ഗംസിനെ ക്രൗൺ ലെങ്തനിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്ത് ഗംസിനെ നമുക്ക് മേളിലോട്ട് കയറ്റി വെനീസിനെ നമുക്ക് മേളിലേക്ക്, അപ്പോൾ ദെയർ സ്മൈൽ ലൈൻ വിൽ ബിക്കം ബെറ്റർ. പ്രൊസീജിയർ ഇപ്പോൾ പറഞ്ഞത് ഈ മേളത്തെ ഈ മോണ കാണുന്നത് ആ ഒരു ജോ കാണുന്ന പ്രൊസീജിയർ അത് പെയിൻഫുൾ ആണോ? കാരണം എന്തായാലും കുറച്ച് സബ്ട്രാക്ട് ചെയ്ത് കളയല്ലേ വരുന്നു. ബട്ട് ഇറ്റ്സ് ഗംസ് ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ മൈനർ സർജിക്കൽ പ്രൊസീജിയർ. ബട്ട് വി ഹാവ് നൗ കുറേ അങ്ങനത്തേക്ക് അതൊക്കെ ഇപ്പോൾ ചെറിയ പെയിൻലെസ് പ്രൊസീജിയർ എന്ന് തന്നെ പറയാം. ബിക്കോസ് ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ആൻഡ് നൗ ഇൻ മൈ പ്രാക്ടീസ് ഐ വിൽ ഡു ഇറ്റ് വിത്ത് ലേസർ. So when I do it with laser, we don't even have to give injection at all. Technically patient അറിയുന്നില്ല, like patient we have to inform them. നമ്മൾ മോക്കപ്പ് ചെയ്ത് ഈ മോക്കപ്പ് പല്ലിന്റെ ലെങ്ത് നമ്മൾ വിചാരിക്കുന്ന ലെങ്ത് പല്ലിന് കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ ലെങ്ത് താഴോട്ടായിരിക്കും കൂട്ടുന്നത്, ചിലപ്പോൾ നമ്മൾ മോണ മേളിലേക്ക് കയറ്റിയായിരിക്കും കറക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സ്മൈൽ ലൈൻ കൂടുതലുള്ള മോണ കാണുന്ന പേഷ്യന്റ് നല്ല അഡ്വാൻറ്റേജ്, അവർക്ക് മോണ കുറച്ചും കൂടെ കുറയും കാണും. സി എന്ന് വെച്ചിട്ട് ബിയോണ്ട് എ പോയിന്റ് നമുക്ക് മോണയൊന്നും കുറയ്ക്കാനൊന്നും പറ്റില്ല. സി മോണയുടെ അടിയിൽ വി ഹാവ് ബോൺ, എല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ബയോളജിക്കൽ വിഡ്ത്ത് ഉണ്ട്. ആ ബയോളജിക്കൽ വിഡ്ത്ത് ഒന്നും നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വയലേറ്റ് ചെയ്യാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് മേലോട്ട് നമുക്ക് ബയോളജി വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്നുകൊണ്ട് വി ക്യാൻ കറക്റ്റ് ഇറ്റ്. അപ്പോൾ വി ക്യാൻ ഡു ലേസർ ജിഞ്ചവെക്ടമി. ജിഞ്ചവെക്ടമി വെച്ചാൽ ഗംസിനെ ട്രിം ചെയ്യുന്നത്. ദേ വിൽ നോട്ട് ഈവൻ നോ ആൻഡ് ഇറ്റ് ഡസൻ ബ്ലീഡ് ഓൾസോ. ഇപ്പോൾ ലേസർ വെച്ചാൽ ചെയ്യുന്നത് ഇറ്റ് ഡസൻ ബ്ലീഡ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അല്ല പഴയ രീതിയിൽ സ്കാൽപ്പലിൽ വെച്ച് നമ്മൾ ബ്ലേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ബ്ലീഡിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്ന് നമുക്ക് ഈ അളവെടുക്കൽ ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ നമ്മൾ വി വിൽ വെയിറ്റ് ഫോർ 3-4 days ഫോർ ടു ഹീൽ ആൻഡ് ദെൻ ടേക്ക് മെഷർമെന്റ്. പക്ഷെ ഇപ്പോൾ ലേസറൊക്കെ വന്നുകൊണ്ട് we do it with laser, we cut it with laser, പെയിനും ഇല്ല, ബ്ലീഡിങ്ങും ഇല്ല. that day only we can നമുക്ക് veneer prep ചെയ്യാം. take we have to take എല്ലാ ആംഗിൾസിലും we have to take photos. So in all my clinics I have a separate room. You would have seen it in my clinic or sometimes when you visit I'll show you, like we have a photography room, exclusive photography room. എല്ലാ പോസിബിൾ ആംഗിൾ, ചെറിയ സ്മൈല്, ബ്രോഡ് ആയിട്ടുള്ള സ്മൈല്, സൈഡിൽ നിന്നുള്ള അവരുടെ അപ്പിയറൻസ്, എവറിത്തിങ് വിൽ ഹാവ് ടു അക്കോർഡിംഗ്ലി ആണ് നമുക്ക് ഓരോ ടൂത്തിന്റെ മെഷർമെന്റ്സ് വി വിൽ പ്ലാൻ. അവരുടെ സ്മൈൽ ലൈൻ, അതിന്റെ ലെങ്ത്, എവറിത്തിങ് നമ്മൾ ഫോട്ടോഗ്രാഫ് വെച്ച് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ആൻഡ് ഇപ്പോൾ ഐ യൂസ് സം സോഫ്റ്റ്വെയർസ് വേറെ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള ടീത്തിന്റെ സൈസസ് ഉണ്ട്. വി ക്യാൻ അപ്ലൈ ടു ദ ഫേസ്. ഓൾറെഡി ലൈബ്രറിയിൽ പല ടൈപ്പ് ഓഫ് ടീത്ത് ഉണ്ട്. ലാബിൽ പോവാണ്ട് തന്നെ നമുക്ക് ആ ടൈപ്പ് ഓഫ് ടീത്ത് നമുക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് സ്മൈൽ ചെയ്യിപ്പിച്ച് കാണിക്കും. ഈ കമ്പ്യൂട്ടർ ഡിജിറ്റലായിട്ട് നടക്കുന്ന ഈ ടീത്ത് എങ്ങനെ, ലൈക്ക് 3D പ്രിന്റിംഗ് അതെങ്ങനെ ചെയ്തെടുക്കുന്നത്? അല്ല, ദാറ്റ്സ് വാട്ട് വി ഡോണ്ട് പ്രിന്റ് ഇറ്റ്. വി ഹാവ് പ്രിന്റർ, വി ക്യാൻ പ്രിന്റ് ഇറ്റ്. ഞാൻ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ട്. നമ്മൾ ഈ പേഷ്യന്റ് ഫോട്ടോ ലോഡ് ചെയ്യും, സ്ട്രെയിറ്റ് പ്രൊഫൈൽ, അതിനൊരു റിക്വയർമെന്റ് ഉണ്ട്. സ്ട്രെയിറ്റ് പ്രൊഫൈൽ വൈറ്റ് സ്മൈലിലെ ഫോട്ടോ ലോഡ് ചെയ്തിട്ട് അവരുടെ ആ ടീത്ത് എത്രയാണ് എക്സ്പോസ് ചെയ്യുന്നത് ആ അളവ് എടുത്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ലൈബ്രറീസ് വി ക്യാൻ ഗോ ആൻഡ് അപ്ലൈ ഇറ്റ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് സ്മൈൽ വരും. വിച്ച് എവർ ഇസ് പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സ്മൈൽ നമ്മൾ ലോക്ക് ചെയ്തിട്ട് that data we can send it to the lab and അവർ നമുക്ക് പറയാം ആ മോക്കപ്പ് അങ്ങനെ ചെയ്തുകൊണ്ട് വരാൻ പറയാം. Then we will actually apply it onto the patient and see it. She's happy with that smile. So we have a lot of freedom when the digital, see now digital is taking up AI ഒക്കെ എല്ലായിടത്തും വരുന്നത്. In dentistry, lot of things have got converted into digital now. Dentistryയിൽ ഈ digitalization ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. Digital as in AI digital ആണോ അതോ AI also, because see, say for example I told you about scanning. See, when you take intraoral scan, we are supposed to get the tooth and the gums. പക്ഷെ നമ്മുടെ വായിക്കകത്ത് എന്തൊക്കെയുണ്ട്? കവളുണ്ട്, ലിപ്പുണ്ട്, ടങ് ഉണ്ട്. എന്തിടയിൽ വന്നാലും AI തന്നെ ഇതിനെ delete it and remove. See, there is in my scanning machine there is an AI, I can even switch it off. Sometimes if I want to take tongue എടുക്കണമെങ്കിൽ, ഇപ്പൊ നാക്കിന്റെ എടുക്കണമെങ്കിൽ AI ഓഫ് ചെയ്തിട്ട് വേണം എനിക്ക് നാക്കിനെ റെക്കോർഡ് ചെയ്യാൻ. Because AI automatically it will not take, because it is looking at the tooth and gums. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. So everything is come. So AI ഒരുപാട്, പിന്നെ ഇതൊക്കെ ഈ പറയുന്ന ടൂത്ത് ലൈബ്രറി ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എല്ലാം ഒരു AI റിലേറ്റഡ് ആണ്. ഡോക്ടർ ഇപ്പം പറഞ്ഞ ഈ ഒരു പ്രൊസീജിയറിന് ഇതിനൊരു കോസ്റ്റിംഗ് ഒരു ഐഡിയ പറയാം. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ്, ബിക്കോസ് പേഷ്യൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കോസ്റ്റ് ആണ്. ഫസ്റ്റ് തിങ് ദേ വിൽ ആസ്ക് വാട്ട് ഈസ് ദ കോസ്റ്റ്. ഗോയിങ് ബാക്ക് ടു നമുക്ക് ആ primary topic what you asked is the smile design. Correct. So I spoke about one thing which you can do simple if everything is right, is orthodontic treatment. Then orthodontic treatment എല്ലാ പല്ലിൻ്റെ ഷേപ്പ്, സൈസ്, ഈവൻ കളറൊക്കെയാണ് കറക്റ്റ് ചെയ്യണമെങ്കിൽ then veneer is option. പക്ഷെ ചിലർ വരുന്നത് സ്മൈലിന്റെ പ്രോബ്ലം, അവർക്ക് മിസ്സിംഗ് ടീത്ത് ഉണ്ട്, പല്ല് മിസ്സിംഗ് ആണ്, അവിടെ ഗ്യാപ്പാണ്. ചിലർക്ക് മുമ്പിലാണ്, ചിലർ ഒരു ആക്സിഡന്റ് വന്ന് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് നാച്ചുറൽ ആസ് പോസിബിൾ ഒരു പല്ല് കൊടുക്കുന്നത് ഇസ് എ സ്മൈൽ ഡിസൈനിങ്. എവറിഥിങ് ഇസ് എ സ്മൈൽ. സി എനിത്തിങ് വിച്ച് ഇസ് കമ്മിങ് ഇൻ ദ എസ്തെറ്റിക് സോൺ,
അത് ചിലപ്പോൾ പല്ല് പോയത് വെക്കുന്നതായിരിക്കാം, പല്ല് ക്രൂക്കഡായിട്ട് തിരിഞ്ഞിരിക്കുന്നത് ഫിക്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല്ലിന്റെ ഷേപ്പ്, അല്ലെങ്കിൽ പല്ലിനെ വെളുപ്പിക്കുന്നതായിരിക്കാം, ടീത്ത് വൈറ്റനിങ് ആയിരിക്കാം. എവറിഥിങ് ഈസ് ലൈക്ക് എ സ്മൈൽ ഡിസൈനിങ് ആയിട്ട് തന്നെ വരും. മനസ്സിലായി? ഇപ്പൊ എക്സാക്ട്ലി സ്മൈൽ ഡിസൈനിങ് ഇഫ് യു ടെൽ ഇറ്റ് ഈസ് നോട്ട്, but veneer is not the only smile designing. Ortho treatment is also a type of smile designing. If everything is right, patient is having a very good shape of the tooth color and all, orthodontic treatment is enough for designing the smile. Okay, so വരുന്ന പേഷ്യന്റ് സ്ട്രക്ചർ ഡിപെൻഡ് ചെയ്തിരിക്കും. അതായത് അപ്പൊ മിസ്സിംഗ് ആയിട്ട് വരുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആക്സിഡന്റ് ആയിട്ട് പല്ല് പോയിട്ട്. എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു, സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് 4 പല്ല് കയ്യിൽ കൊണ്ടുവന്നു. then we had to re-implant. അപ്പം തന്നെ അതേ പല്ല് നമ്മൾ തിരിച്ച് സോക്കറ്റ് വെച്ചു. But then after 5 years അതിൽ ചിലത് അക്സെപ്റ്റഡ് ആവും, ചിലത് ഫോറിൻ ബോഡി ആയിട്ട് റിജക്റ്റഡ് ആവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തിരിച്ച് ഈ പൊട്ടിയതല്ല, പിഴുത് ഫുള്ളായിട്ട് വന്നു. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇങ്ങ് പോകുന്നു, നമ്മുടെ സോക്കറ്റിൽ നിന്ന് ഊരി വന്നു. ദേ വിൽ കം ഇൻ ദെയർ ഹാൻഡ്. ദേ സപ്പോസ് ടു പുട്ട് ഇറ്റ് ഇൻ സം ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇപ്പോൾ നമ്മുടെ കരിക്കിന്റെ വെള്ളത്തിലോ പാലിലോ അല്ലെങ്കിൽ നമ്മുടെ വായിൽ തന്നെ സലൈവയിലൊക്കെയാണ് ഇട്ടുകൊണ്ട് വരേണ്ടത്. അപ്പോൾ ആ ടൂത്ത് പിന്നെ അക്സെപ്റ്റൻസ് കൂടും, അതിന്റെ വൈറ്റാലിറ്റി. അല്ലാണ്ട് കൊന്നുവന്നാലും നമ്മൾ വി വിൽ ഡു എ റൂട്ട് കനാൽ, പുറത്ത് വെച്ചാൽ പല്ലിനെ റൂട്ട് കനാൽ ചെയ്തിട്ട് വി വിൽ ട്രൈ ടു കീപ് ഇറ്റ് ബാക്ക്. മനസ്സിലായി? ഇച്ചിരി പാടാണ്, ബിക്കോസ് പല്ല് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ സോക്കറ്റ് ഒക്കെ ഇത്തിരി കൺസ്ട്രക്റ്റഡ് ആവും. പിന്നെ എനിവേ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു ടോപ്പിക്കിൽ. സോ മൈ തിങ് ഈസ് ദാറ്റ് ഒരു മിസ്സിംഗ് ആയിട്ട് ഫ്രണ്ടിലത്തെ പല്ല് വന്നാലും മിസ്സിംഗ് റീപ്ലേസ് ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. എടുത്ത് മാറ്റുന്ന പല്ല് വെക്കാം, പണ്ട് ബ്രിഡ്ജ് ആണ്, ഇപ്പോഴും ഉണ്ട്, ബ്രിഡ്ജ് ചെയ്യാം. സോ നൗ ദ ലേറ്റസ്റ്റ് വൺ ഈസ് ഇംപ്ലാന്റ്സ്, ഡെന്റൽ ഇംപ്ലാന്റ്സ്. സോ ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒരു നടുക്കൊരു പല്ല് മിസ്സിംഗ് ആണെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ലിന്റെ ഒരു ഹെൽപ്പിൽ നമ്മൾ പല്ല് വെക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ബ്രിഡ്ജ്. നൗ ഓൾസോ ബ്രിഡ്ജ് ഈസ് ലൈക്ക് വെരി വെരി പോപ്പുലർ. ഇറ്റ് ഈസ് ബീൻ ഡൺ, നത്തിങ് റോങ് ഇൻ ഡൂയിങ് ബ്രിഡ്ജ്, ബട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഐ വുഡ് സജസ്റ്റ് ഈസ് എൻ ഇംപ്ലാന്റ്. ബട്ട് ഫോർ ദാറ്റ് യു ഷുഡ് ഹാവ് സഫിഷ്യന്റ് ബോൺ. ആ ബോൺ ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ പല്ലിന്റെ കൂടെ ബോണും കൂടെ പോയാൽ then also implant is possible. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ ആ പോയ ബോൺ തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് റീജനറേറ്റീവ്, ബോൺ റീജനറേറ്റീവ് ആയിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് വി ക്യാൻ ഡു ദാറ്റ്. വൈ ഇംപ്ലാന്റ്സ്? ബിക്കോസ് യു ആർ നോട്ട് ടച്ചിങ് യുവർ അഡ്ജസന്റ് ടൂത്ത്. അപ്പുറത്തെ പല്ലിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഇപ്പം നടുക്കൊരാൾ, ഇപ്പം നമ്മുടെ ഒരു കാല് വയ്യെങ്കിൽ നമ്മൾ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ വി ആർ പുട്ടിങ് ദ ലോഡ് ഓൺ ബോത്ത് ഓഫ് ദം. അപ്പം നമ്മൾ എപ്പോഴും ഒരു പല്ലിനെ ബ്രിഡ്ജ് വെച്ച് റീപ്ലേസ്മെന്റ് ചെയ്താൽ ഇതിന്റെ ലോഡും മറ്റേ പല്ലിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് എവിടെ പല്ലില്ല അവിടെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുക, അവിടെ ടൂത്ത്. ഇനി ഇംപ്ലാന്റിൽ വരുമ്പോൾ ഫ്രണ്ടിലത്തെ റീജിയനിൽ പ്ലേസ് ചെയ്യുന്നത് ബാക്കിൽ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. വൈ? ബിക്കോസ് ബാക്കിൽ നമ്മുടെ ഫംഗ്ഷൻ ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വരുമ്പം ഈ പറഞ്ഞ എസ്തെറ്റിക്സും കൂടെ ഉണ്ട് കാണാൻ. സോ ഇറ്റ് ഷുഡ് ലുക്ക് മാക്സിമം നാച്ചുറൽ ആസ് പോസിബിൾ. അപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ ഓരോ പല്ലിൻ്റെ ഗം ഇങ്ങനെ ഒരു സ്കാലോബ്ഡ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ പല്ലൊക്കെ പോയി കഴിയുമ്പോൾ ഈ ഇങ്ങനെ സി ഷേപ്പ് പോലുള്ളത് ഫ്ലാറ്റ് ആയിരിക്കും. Now we will want to recreate that C shape. And then അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പല്ല് ഇങ്ങനെയായിരിക്കും, ഈ വെക്കുന്ന പല്ല് ഫ്ലാറ്റ് ആയിട്ട് തോന്നും. എഡ്ജിലൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ചിരിക്കുമ്പോൾ ടോപ്പ് പോർഷൻ കമ്മിന്റെ പോർഷനിൽ അത് ഫ്ലാറ്റ് ആയിട്ട് വരും. ഐ മീൻ ദോസ് കൈൻഡ് ഓഫ് ട്വീക്കിംഗ് വി വിൽ ഹാവ് ടു ഡു. അപ്പോൾ അതുകൊണ്ട് ഇംപ്ലാന്റിന്റെ എസ്തെറ്റിക് സോണും കുറച്ച് നന്നായിട്ട് കെയർഫുൾ ആയിട്ട്, അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളൊരു ഇംപ്ലാന്റ് ഇട്ട് നാച്ചുറൽ ആയിട്ട് ചില കേസസ് ഒക്കെ നമ്മൾ അത് ഇംപ്ലാന്റിന്റെ ടൂത്ത് ആണെന്ന് പറയാൻ പോലും പറ്റത്തില്ല. എക്സ്റേ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനകത്തൊരു ഇംപ്ലാന്റ് ഉണ്ടെന്ന്. അപ്പോൾ ദാറ്റ് ഓൾസോ ഈസ് എ പാർട്ട് ഓഫ് സ്മൈൽ ഡിസൈൻ.